കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്താലയ വിദ്യാലയത്തിൻ്റെ 22ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സുപ്രധാനമായ ചടങ്ങുകളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങളും കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ സ്വപ്നങ്ങളുടെ നിറങ്ങളിൽ വരച്ച IAS ഓഫീസർ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളടക്കം ധാരാളം അവാർഡ് ജേതാവ്, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, വാക്കുകൾക്ക് ചാരുതയും സംഗീതത്തിന് ശോഭയും നൽകുന്ന അത്ഭുത പ്രതിഭ, മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി, ഗാനരചയിതാവ്, പരിഭാഷകൻ, പ്രഭാഷകൻ, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്. ചന്ദനലേപസുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, സൂര്യാംശോരോ വയൽ പൂവിലും സൗപർണികാമൃത വീജികൾ തുടങ്ങി മറക്കാൻ പറ്റാത്ത ഒരു പിടി മനോഹര ഗാനങ്ങൾ രചിച്ച് കവിവര്യൻ. ഒട്ടേറെ മേഖലകളിൽ തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പം. ഇത് ചിന്താലയ വിദ്യാലയത്തിന് ധന്യമുഹൂർത്തം. അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ജയകുമാർ സാറിനെ. Light symbolizes knowledge, hope and positivity. This is a symbolic moment that signifies the dispelling of darkness and igniting of thoughts and enlightenment. To officially mark the beginning of this grand evening, we invite our esteemed chief guest, Sri K. Jaykumar IAS, former Chief Secretary of Kerala, Vice Chancellor of Tunja Tiruthacchan Malayalam University, Director of Institute of Management in Government of Kerala, President of Travancore Devasam Board, to inaugurate the 22nd Annual Day celebration of Chindalaya Vidyalayam by lighting up the lamp. I request other dignitaries to join the lamp lighting ceremony.
the gathering with his words of wisdom. Sir, please. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ചിന്താലയ ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ഈ സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ, എൻ്റെ പൂർവ്വകാല സഹപ്രവർത്തകനുമായിരുന്ന ശ്രീ ആനന്ദകൃഷ്ണൻ, എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ഡോക്ടർ ജയനാരായൺജി, പ്രിൻസിപ്പൽ ശ്രീമതി പിങ്കി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് അതിഥികൾ, എൻ്റെ മുമ്പിലുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദീർഘമായി പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുമെന്നൊരു ഭീഷണി നിങ്ങൾക്ക് വേണ്ട. എനിക്ക് തന്നെ തിരുവനന്തപുരത്ത് എത്തണം എന്നുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ഉപദ്രവിക്കുന്നുള്ളൂ. ഈ സ്കൂളിൽ ഇതിനു മുമ്പ് വരാനും നിങ്ങളെ കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുറച്ച് വർഷത്തിന് മുമ്പാണ്. അന്നെനിക്ക് തോന്നുന്നു സ്വാമി ജീവിച്ചിരിക്കുന്ന സമയത്താണ്. സ്വാമിജിയെ കാണാനും ഗുരുദേവനെ കാണാൻ, അവിടെ പോത്തങ്കോട് പോയി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനുമെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ കീഴിൽ വരുന്നവർക്ക് തണൽ കൊടുക്കണം, അവരാഗ്രഹിക്കുന്ന ഒരു കനി കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അവർക്ക് കാറ്റ് വീശി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ചു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയെയും മാറ്റിമറിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുമെങ്കിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമ്പന്നമാകുമെന്ന് മാത്രമല്ല, നിങ്ങളെക്കൊണ്ട് ഈ സ്കൂളിന് അഭിമാനവും ഈ സമൂഹത്തിന് പ്രയോജനവും ഉണ്ടാകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്താൻ ഇവിടുത്തെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും സാധിക്കട്ടെ. ഇത് അത്ഭുതകരമായ ഒരു കാര്യവും ഞാൻ പറയുകയല്ല. ലാളിത്യത്തോടു കൂടി ജീവിക്കുക, മറ്റുള്ളവരെ മറക്കാതെ ജീവിക്കുക, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മൂല്യബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ കാതലെന്ന് പറയുന്നത് വിനയമാണ്. അഹങ്കാരം വരാതിരിക്കുക. അഹങ്കാരിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, കാരണം ഫലിക്കുകയില്ല. ദൈവം വിചാരിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ഫലിക്കില്ല, കാരണം അവന് അഹങ്കാരം എന്ന് പറയുന്ന കോട്ട കെട്ടിയിട്ടാണ് അവൻ അകത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി പോലും അവൻ്റെ അടുത്തേക്ക് എത്തുകയില്ല, കാരണം ഈ അഹങ്കാരത്തിൻ്റെ കോട്ടയ്ക്ക് എത്തുക. അപ്പോൾ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ അഹങ്കാരം ആദ്യം ഉപേക്ഷിക്കണം. അഹങ്കാരമില്ലാതെ ലളിതമായി വിനയത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മഹാശക്തിയുടെ മുമ്പിൽ എന്നെ, പണ്ട് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഓ ലോഡ് മേക്ക് മീ ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദൈ പീസ്, അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്ന് പറയുന്ന അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന പോലെ ഈ അങ്ങയുടെ മക്കളെ സേവിക്കാനുള്ള ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്ന് പറയുന്ന പരമവിനീതമായ പ്രാർത്ഥനയുണ്ട് എങ്കിൽ ബാക്കിയെല്ലാം ഈ പ്രകൃതിയുടെ പ്രപഞ്ചശക്തി നമ്മളെ നയിച്ചുകൊള്ളും എന്നാണ് ഈ ചിന്താലയേശൻ നമ്മളോട് പറയുന്നത്. ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir, for illuminating this evening with your presence and blessing. We are grateful to you, sir, for your highly inspirational words, which will definitely have positive impact on our students' personal growth and development. We are highly honored to have you as our chief guest. Thank you, sir, for being a part of our annual celebration and for gracing this occasion with your graceful presence. We wish to present a token of our deepest respect and gratitude to our esteemed chief guest, Sri K. Jayakumar IAS. May I now have the honor of inviting our respected Padma Shri Dr. J. Harindran Nair, Sri S. Anandakrishnan IPS and Guinness Dr. Jayanarayan Ji to present the token of our heartfelt respect and admiration to our very special and honorable chief guest. We request our chief guest to please accept this as a small gesture of our great respect. A very special event.
the launch of our school magazine. Our magazine isn't just papers, it's the heartbeat of our institution, capturing our achievements, dreams, and the vibrant spirit. This magazine is a window into our world. Now, the moment we have all been eagerly waiting for. I request our Honorable Chief Guest, Sri K. Jayakumar IAS, to grace the stage to officially release the pride of our institution. I also request all the distinguished dignitaries to please join us. I invite the editor-in-charge, Sri Vishnu, and student editor, Miss Angel L. Christopher, to come on to the dais and join. Now it's time to honor Srimati Sini S. ANO of her institution, who has successfully accomplished training at OTA Gaulia, and she managed the NCC unit of our institution, trains cadets in drill and acts as crucial link between the institution and NCC ballet. I humbly request our esteemed Chief Guest Sri K. Jayakumar IAS to honor ANO Sini S. Nair. I request Sini Ma'am to come onto the dais and receive our heartfelt appreciation. Humbly request Sri K. Jayakumar IAS to honor Sri K.B. Ashok Kumar for acknowledging his unwavering support and determined efforts for the upliftment of this institution. It's my privilege to announce the best outgoing student of the year 2025-26. It's Surya Gobiga of class plus 2A, who has demonstrated outstanding performance and involvement during her school years. I request esteemed Chief Guest Sri K. Jayakumar IAS to honor the best outstanding student of the year 2025-26. Miss Surya Gobiga, please come forward and receive your award. Congratulations, Surya Gobiga. May I now invite Sri Shaji S.S., Secretary, Chindalaya Ashram Trust, to felicitate the function by sharing his thoughts. Sir, please. May I now invite Sri K. C. Jayakumar, Joint Secretary, Chindalaya Ashram, to grace the occasion with his word. Sir, please. സെക്രട്ടറിയും ശ്രീ ജയകുമാറും അഡ്വക്കേറ്റ് പ്രേമകുമാരൻ സാറുമില്ല. കള്ളിക്കാട് അധ്യാത്മചിന്താലയ ആശ്രമം ഭക്തസേവാ സമിതിയുടെ കൺവീനർ ശ്രീ ബിജു RS അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ശ്രീ ജയകുമാർ സാർ IAS, റിട്ടയർഡ് DGP ആണ് ശ്രീ അനന്തേഷ സാർ, ഈ ചിന്താലയ ആശ്രമത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡൻറ്റ് ശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ സാർ, മറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കളെ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ജയകുമാർ സാറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം ഇവിടെ പ്രതിപാദിച്ചതിനപ്പുറം ഈ വിദ്യാലയത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. സാർ പറഞ്ഞ ഒരു വാക്ക്, ഭഗവാൻ ചിന്താലേശൻ ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു എന്നും അധ്വാനമേ സംതൃപ്തി എന്നും അന്നമാണ് ഈശ്വരന് ഈ നാട്ടിന് പറഞ്ഞ് ഉദ്ബോധിപ്പിച്ച ഭഗവാൻ ചിന്താലേശൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നാട്ടിൽ പാവങ്ങളുടെ ആയ കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യണമെന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ചിന്താലയ ആശ്രമം എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ വിദ്യാലയം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയങ്ങൾ ഒന്നായി വളർന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഈ 22ാം വാർഷികത്തിൽ ഞങ്ങളെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ എന്നെ ഇവിടെ വിളിച്ചതിലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ കോപ്പുകൈ. Thank you, sir, for
your insightful words. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്കും സാദര നമസ്കാരം. ഇവിടെ ശ്രീ ജയകുമാർ സാർ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഭഗവാൻ ചിന്താലയേശൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുമൊക്കെ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ ശ്രീ ഹരീന്ദ്ര സാറ് സൂചിപ്പിച്ചെടുത്ത് എന്ന് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചിന്താലയ വിദ്യാലയം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മികവിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്സ്, എല്ലാ തലത്തിലുമുള്ള ഒരു വികാസം എന്ന നിലയ്ക്കാണ് ചിന്താലയ വിദ്യാലയം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. കാരണം നമുക്കറിയാം, ജയകുമാർ സാർ പറഞ്ഞു, വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹം ആ നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ വർത്തിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് മറ്റൊന്നും തന്നെ കാര്യമില്ല എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. വാസ്തവമാണത്. ഇപ്പോൾ നമ്മുടെ ചിന്താലയ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ഒരു കേന്ദ്രബിന്ദു എന്നുള്ളതിനേക്കാൾ ഉപരി ജീവിതത്തിൽ മൂല്യങ്ങൾ കൈമുതലാക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏറെ ശുഭപ്രതീക്ഷ ഇവിടെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ട്. അത് ഇപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ പരിസരം, ഭഗവാന്റെ ആ പാതാരവിന്ദം പതിഞ്ഞ ആ പരിസരം ഇന്ന് ലോകശ്രദ്ധ തന്നെ പതിയുന്ന തരത്തിലേക്കുള്ള വലിയ പ്രോജക്റ്റുകൾ നമ്മളെ തേടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഫോറൻസിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കേന്ദ്രം, നമുക്കിപ്പോൾ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഈ നെട്ടുകാൽത്തേരിയിൽ വരാൻ പോകുന്ന പ്രോജക്റ്റ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഒരു സർവകലാശാലയിൽ ഇന്നിപ്പോൾ നമുക്ക് അത്തരം കോഴ്സുകൾ പഠിക്കണമെങ്കിൽ മുംബൈയിലോ പൂനെയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയാൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് നെട്ടുകാൽത്തേരിയിലടുത്ത് ആ പ്രോജക്റ്റിൽ എത്തിച്ചേരാൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മുന്നിൽ ലോകജാലകം തുറന്നിടുകയാണ്. അവസരങ്ങൾ നമ്മുടെ കുട്ടികളെ തേടിയെത്തുകയാണ്. ഈ അവസരം നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കുട്ടികൾ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകന CEO ആയിട്ടുള്ള എലോൺ മസ്ക് ഈ അടുത്ത സമയത്ത് പറഞ്ഞു, നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിച്ചു വീഴുന്നത് ചിലപ്പം ഒന്നുമില്ലാത്തവനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നിർധന കുടുംബത്തിലായിരിക്കും. പക്ഷേ അത് അയാളുടെ തെറ്റല്ല. പക്ഷേ അയാൾ മരണപ്പെടുന്ന സമയത്ത് അയാൾ ഒന്നുമില്ലാത്തവനായി മരണപ്പെടുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം വീഴ്ചയാണ്, കുറ്റമാണെന്ന് പറഞ്ഞത് നിന്ന് ഞാൻ പറയുകയാണ്. അവസരങ്ങൾ നമ്മുടെ കുട്ടികളെ തേടി എത്തുന്ന സമയത്ത് നമ്മുടെ ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഭഗവാൻ ചിന്താലയേശൻ്റെ അനുഗ്രഹം നമ്മുടെ ഈ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. It's my pleasure to invite Sri K. Ashok Kumar, Member, School Managing Committee, to felicitate the function. Sir, please. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജയനാരായണൻജി, ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഹരീന്ദ്രൻ നായർ, ചിന്താലയ വിദ്യാലയ SMS ചെയർമാൻ അനന്തകൃഷ്ണ സാർ, വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്ന് ചിന്താലയ വിദ്യാലയത്തിൻ്റെ 22ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഒരു വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചിന്താലയേശൻ സ്ഥാപിച്ച ഈ സ്കൂളിന് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും കായികപരമായും ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞുവെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ വർഷവും ഓരോ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ
മാനേജ്മെൻറ്റും ട്രസ്റ്റ് കമ്മിറ്റിയും നടപ്പിലാക്കി വളരെ പുരോഗതിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അതുപോലെ അടുത്ത് വരാനിരിക്കുന്ന 2026 അഡ്മിഷന് ഏകദേശം വീടുകളിലൊക്കെ ഞങ്ങൾ എത്തിച്ചേർന്നപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളെ സമന്വയിച്ച് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലും ട്രസ്റ്റ് കമ്മിറ്റിയിലും അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് യഥാസമയം സ്കൂൾ മാനേജ്മെൻറ്റിനെ അറിയിക്കേണ്ടതാണ്. എല്ലാവിധത്തിലുള്ള പുരോഗതിയും കാംക്ഷിച്ചുകൊണ്ട് എല്ലാവിധ സാംസ്കാരിക പുരോഗതിയും കായികപരമായ പുരോഗതിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We wish to recognize and honor the outstanding achievements and hard work of our talented individuals. It's a moment of celebration and inspiration. The journey to success is not an easy one. It requires dedication, perseverance, and relentless pursuit of excellence. Today, we have the privilege to acknowledge the remarkable students who have displayed the qualities and have emerged as winners in their respective field. The prize that will be awarded today represent more than just material reward. They symbolizes recognition, encouragement, and the belief in the potential of individuals. These prizes serve as a motivation for the winners to continue striving for the greatness and inspire others to embark on their own journey of success. And now, the moment we all have been eagerly waiting for, the prize distribution ceremony will begin with the first category. Our talented students participated in Sahodaya state level competitions and secured A grade. I request Padma Shri Dr. J. Harinder Nair to present awards for their excellence and hard work. Sahodaya state level A grade winners for group dance. Vaiga R of class 7th A. Vaiga, please come forward and receive your award. Meenakshi AP of class 6. Meenakshi AP of class 6. AL Dia of class 7th. AL Dia of class 7th. Tirtha RP of class 7th. Nakshatra KC of class 7th. Pooja D of class 6th. And Dakshina C. Nair of class 7th. Sneha S. Manoj of plus 1B has secured A grade in light music. Devananda AS of plus 1A had secured a prize for violin. Krishnajit HP of plus 2A has secured A grade in cartoon. Sandra G. Kumar of 5th A had secured A grade in folk dance. Sandra J. Kumar of 5th A had secured A grade in folk dance. Krishnajit HP of plus 2 had secured A grade in cartoon. Devananda AS of plus 1A has also secured praise for violin. Let's applaud the winners for their achievements. Your applause not only celebrates their success but also encourages others to strive for excellence.
We have dazzling Kala Tilagams and handsome Kala Pratibhas waiting to receive their awards. I would humbly request our requested Sir Anandhakrishnan IPS, retired DJP, Chairman, School Managing Committee to present the awards to our talented Kala Tilagams and Kala Pratibhas. Kala Tilagam of Category 1, Aditi Devi, BA, of Class 4A. Kala Pratibha of Category 2nd, Neerav S of 5B. Kala Tilagam of Category 2nd, Aditya MR of 7B. Kala Tilagam of Category 3rd, Aishwarya SP of 10A. Kala Tilagam of Category 4, Sri Lakshmi HP of plus 1A. Now it's time to appreciate individual champions of sports. Their energy, hard work, determination, and the will to win, their effort are going to appreciate it. May I humbly request our respected manager, Guinness Dr. J. Naranji, to present the awards to our champions. Sports Overall Champion, Pratiksha Prabhu of Class 7B. Performer of the Year 2025, Athletics, RBSR of Class Plus 2A. Special Achievement Award for District Level Rifle Shooting, Reem Harish of Class 10A. And Ananda Badran of Class 9B. Thank you, sir. May now invite Sri Biju RS to present the awards. Kids Junior, the champions are Avantika of 1st C, Ashtami SS of 2nd B, Kashinath AS of 2nd A. Now, Kids Senior, the champions are Adidev S. Nair of 4th A, Rudra AR of 4th B. Rudra AR of 4th B. Thank you, sir. Now I would humbly request Sri KB Ashok Kumar Nair, legal advisor, to present the award to our little champions. Ashok Kumar sir, to present the awards to the champions of sub-junior level, Vaishnavi M of Class 8A. The champions of junior category are Al-Shafin J of Class Plus 1A and Vanna RB of Class Plus 1A. Thank you, sir. Now it's time to announce the best house of the year 2025-26. I request our guest Sri S. Anandhakrishnan IPS, retired DGP, and Dr. J. Harindran Nair, our manager, Guinness Dr. J. Naranji, to present the trophy for the best house of the year. It's Safair House. I invite the house mistress of Safair House, Mrs. Chitra Rajan SR and Ms. Srikala RS, and the captains of the Safair House, Master Anandhakrishnan and Kumari Alfia Shaji, to come forward and receive the trophy. I request Biju Kumar sir to give away the prizes. Annual Sports Kids Meet, Devaranjan A.R. Sai of 5th B, Vaishnav M of 8th A, Avani Krishna S of 6th B,
Congratulations to all the winners. Now, I would like to call Ms. Vaishnavi SP, Student Coordinator, Chindalaya Vidyalayam, to propose the vote of thanks. Om Sri Sat Guruve Nama. Good evening, one and all. As William Arthur Ward, a motivational writer, once said, feeling gratitude and not expressing it is just like wrapping a present and not giving it. It's my privilege to stand before you to extend the vote of thanks for the 22nd annual day celebration of our school, Chindalaya Vidyalayam. Let me start my duty of proposing vote of thanks by bowing my head to God, the Almighty. First, I would like to extend my heartfelt gratitude to Padma Shri Dr. J. Harindran Nair, MD Pankajasturi, President, Chindalaya Ashram Trust and School Managing Committee. Your unwavering support and belief in your potential are the bedrock for our success. Thank you, sir, for fostering an environment where talents flourish. A profound thank you to our esteemed Chief Guest, Sri J. Kumar IAS, former Chief Secretary of Kerala, founding Vice Chancellor of Tunjat Elthachan Malayalam University, Director of Institute of Management in Government of Kerala, and the current President of Travancore Devasam Board. Your presence truly illuminated our celebration, and your inspiring words have ignited a fire within us to dream bigger and achieve more. Thank you for sharing your valuable time and wisdom with us. On behalf of Chindalaya Vidyalayam and my own behalf, I extend a heartfelt gratitude to you, sir. Next, I would like to thank Sri S. Anandakrishnan IPS, retired DGP, Chairman, School Managing Committee, Chindalaya Vidyalayam, for gracing the occasion despite his hectic schedule. Thank you so much, sir, for your encouragement, which has given us as impetus to put us best foot forward. I would like to extend my words of gratitude to Sri Shaji SS, Secretary, Chindalaya Ashram Trust, for your enthusiastic presence and inspiring thoughts. It's my pleasure to thank Sri K.C. J. Kumar, Joint Secretary, Chindalaya Ashram, for sharing your valuable time and wisdom with us. I extend my gratitude to Advocate S.P. Premakumaran Nair, Legal Advisor, for his tireless effort in making this event a reality. I also want to thank Advocate Balan Menon, Trustee, Chindalaya Ashram, for his support and benign presence. I express my deepest gratitude to Sri Biju R.S., Convener, Kalikad Ashram, who spared time to grace this event a grand success. Next, I extend my hearty vote of thanks to Sri B. J. Kumar, Convener, Potangod Ashram, for his presence and words of wisdom. I express my gratitude to Sri K.B. Ashoka Kumar, Member, School Managing Committee, for his presence and valuable words. From the bottom of my heart, I extend my gratitude to Guinness Dr. J. Narayanan G., Manager, Chindalaya Vidyalayam. Thank you, sir, for your tireless effort, endless patience, and for turning challenges into learning opportunities. This event is a testament to your nurturing guidance. My heartfelt gratitude to our visionary principal, Srimati Pinky Via, for her unwavering support and belief. Your dedication is truly admirable. Thank you, ma'am, for making this event a memorable one. May I express my deepest words of gratitude to our beloved teaching fraternity, whose selfless dedication had made this day a really awesome one. Thank you, my dear teachers. On behalf of Chindalaya Vidyalayam, I extend my sincere gratitude to our worthy parents, non-teaching staff, ashram devotees, and all who put their effort for making this day a wonderful one. Once again, on behalf of Chindalaya Vidyalayam and my own behalf, I extend my deepest gratitude to one and all present over here. This event would not have been possible without each and every one of you. Thank you all once again. Have a wonderful evening.